ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠം പഠിക്കാം. ഈ പാഠത്തിൻ്റെ പേര് ഗിഡ്കി എന്നാണ്. ഇതിൻ്റെ അർത്ഥം വിൻഡോ അല്ലെങ്കിൽ ജനൽ. അഞ്ജു ഗർബന്ദയാണ് ഇത് എഴുതിയത്. ആരാണ് എഴുതിയത്? അഞ്ജു ഗർബന്ദ. അഞ്ജു ഗർബന്ദ എഴുതിയ ഒരു ലഘു കഥയാണിത്. ലഘു എന്നാൽ ചെറിയ, കഥ തന്നെ, ഒരു ചെറിയ കഥയാണിത്. ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെയിനിൻ്റെ ചിത്രമൊക്കെ കാണാം അല്ലേ? ഒരു ഭാര്യയും ഭർത്താവിനെയും 2 മക്കളെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഥ എന്താണെന്ന് നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓരോ വരിയുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കി പോകാം. ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് പരീക്ഷയ്ക്ക് മുഴുവനായും മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരു ട്രെയിൻ യാത്രയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കഥ പഠിച്ചാലോ? ഹോഷിയാപുർ സെ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാപുരിൽ നിന്ന് ഷാദി കാ ബുലാവ, കല്യാണത്തിനുള്ള ക്ഷണം, ആയാഥ വന്നിരുന്നു. ഹോഷിയാപുരിലേക്ക് കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഹോഷിയാപുരിലേക്കാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നത്. ട്രെയിൻ സെ ജാന തയ് ഹുവ, ട്രെയിനിൽ പോവാൻ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തീ. സർദി തണുപ്പ്, ഹൽക്കി ഹൽക്കി കുറച്ചായിട്ട്, ദസ്തക് ദേനെ ലഗി തീ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. इसलिए सोचा, അതുകൊണ്ട് തീരുമാനിച്ചു, അതുകൊണ്ട് ചിന്തിച്ചു. സോച്ച ചിന്തിച്ചു. ചലോ ഇസ് ബാർ ഇത്തവണ, ഇസ് ബാർ ഇത്തവണ, എസി കെ ബജായ് എസി കൂടാതെ, എസി അല്ലാതെ, ജനറൽ കോച്ച് സെ സഫർ ക ആനന്ദ് ലിയാ ജായ്, ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത ആനന്ദം കണ്ടെത്താമെന്ന് ചിന്തിച്ചു. സഫർ യാത്ര. ഈ കഥയിൽ ആദ്യം തന്നെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കഥയിലെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഭർത്താവ് തീരുമാനിക്കുകയാണ്, ഇത്തവണ എപ്പോഴും എ സിയിലാണ് പോകുന്നത്, ഇത്തവണ എന്തായാലും ജനറൽ കോച്ചിൽ പോവാം എന്ന് തീരുമാനിച്ചു. പഹലെ ബീബി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. പഹലെ ആദ്യം തന്നെ, ബീവി ഭാര്യയും, ബച്ചെ കുട്ടികളും, ജനറൽ സെ ജാനെ പർ ജനറൽ കോച്ചിൽ പോകുന്നതിനോട് കുച്ച് നാരാസ് ഹുയി അവർക്ക് ദേഷ്യം വന്നു. ജനറൽ കോച്ചിൽ പോകാൻ അവർക്ക് ഇഷ്ടമല്ല, എപ്പോഴും എ സിയിൽ പോകാനാണ് അവർക്ക് താല്പര്യം. പർ ഫിർ തോടീന നുക്കുർ കെ ബാദ് മാൻ ഗയേ. എന്താണ് സംഭവിച്ചത്? ഭർത്താവ് പറയുന്ന പോലെ തന്നെ ചെയ്തേക്കാം, അയാൾ പറയുന്ന പോലെ തന്നെ നമുക്ക് പോയേക്കാം ഇത്തവണ എന്ന് അവർ സമ്മതിക്കുകയാണ്. നാനുക്കുർ എന്നാൽ എതിർപ്പ് കൂടാതെ, ബാദ് ശേഷം, മാൻഗയെ സമ്മതിക്കുക, അനുസരിക്കുക. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലി സെ ഡൽഹിയിൽ നിന്ന്, ലഗ്ഭഗ് ഏകദേശം, 8 ഘണ്ടെ 8 മണിക്കൂർ, സഫർ യാത്ര 8 മണിക്കൂർ യാത്രയുണ്ട്. ദില്ലിയിൽ നിന്ന് 8 മണിക്കൂർ യാത്രയുണ്ട് ഹോഷിയാപുരിലേക്ക്. സീറ്റ് ബുക്ക് ചെയ്തു. തോ ज़्यादा പരേഷാനി നഹി ഹുയി. ज़्यादा അധികം, പരേഷാനി ബുദ്ധിമുട്ട്, നഹി ഹുയി ഉണ്ടായിരുന്നില്ല, അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ചട്ട് ഗിഡ്കി വാലി സീറ്റ് ചപട്ട് ലി. ബച്ചോനെ കുട്ടികൾ, ചട്ട് പെട്ടെന്ന്, ഗിഡ്കി വാലി സീറ്റ് വിൻഡോ സൈഡിലുള്ള സീറ്റ്, ചപട്ട് ലി പിടിച്ചെടുത്തു അല്ലെങ്കിൽ തട്ടിയെടുത്തു. കുട്ടികൾ എപ്പോഴും വിൻഡോ സീറ്റിലിരിക്കാനാണല്ലോ ഇഷ്ടപ്പെടുക. അവരാദ്യം തന്നെ കയറി വിൻഡോ സീറ്റ് കൈക്കലാക്കി. സാരാ സാമാൻ സെറ്റ് കർ മേം ഔർ പത്നി ബാത്തോ മേം മഷ്ഹൂൽ ഹോ ഗയേ. സാരാ സാമാൻ മുഴുവൻ സാധനങ്ങളും, സാരാ മുഴുവൻ, സാമാൻ സാധനങ്ങളും, സെറ്റ് കർ, സെറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ്, സെറ്റാക്കിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട്, മേം ഔർ പത്നി ഞാനും എൻ്റെ ഭാര്യയും, ബാത്തോം കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൽ, മഷ്ഹൂൽ ഹോഗയെ തിരക്കിലായി അല്ലെങ്കിൽ വ്യാപൃതനായി. അവർ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവും സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ദീദി ജമ്മു കി ഷോൾ ലേലോ ബഹുത് ബടിയാ ഹെ. അപ്പോൾ ഒരു സ്ത്രീ അടുത്ത് വന്നിട്ട് പറയാണ്, ദീദി ചേച്ചി, ജമ്മു കി ഷോൾ ലേലോ, ജമ്മു കാശ്മീരിലെ, ജമ്മുവിലെ ഷോളാണ്, ഇത് വാങ്ങിക്കോ. ബഹുത് ബടിയാ ഹെ വളരെ നല്ലതാണ്.
रंग बिरंगे शोलों का भारी खटर उड़ाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को इसरार करने लगी. രംഗ് ബിരങ്കി ഷോളോങ്ക ഒരുപാട് നിറങ്ങളുള്ള ഷോളുകളുടെ ഭാരി ഘട്ടർ ഭാരമുള്ള ആ ഭാണ്ഡം, സാംവലി ഒരു ഇരുനിറമുള്ള, സലോനി കജ്രാരി ആംഖോം വാലി സലോനി സുന്ദരമായ, കജ്രാരി ആംഖോം വാലി കണ്ണുകൾ എഴുതിയ യുവതി, ഇരുനിറത്തിലുള്ള സ്കിന്നുള്ള ഒരു യുവതി, അവൾ കണ്ണുകളൊക്കെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ യുവതി പത്നിക്കോ ഭാര്യയോട് പത്നിക്കോ ഇസ്രാർ കർണേ ലഗി ഭാര്യയെ ആഗ്രഹിപ്പിക്കാൻ, ഷോള് മേടിക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. കിത്തനെ കേ ഹേ എത്ര രൂപയാണ്? ഭാര്യ ചോദിക്കാണ് എത്ര രൂപയാണ്? 2800 की 800 രൂപയാണ്. ഇത്തേ മഹങ്കി ഇത്രയും വിലയെന്ന് ഭാര്യ ചോദിക്കുകയാണ്. ജ്യാദാ പീസ് ലേക്കി തോ കം കർ ദൂങ്കി 800 രൂപയാണ്, പക്ഷേ അധികം ഷോളുകൾ എടുക്കുകയാണെങ്കിൽ പൈസ കുറയ്ക്കാം. കം കർ ദൂങ്കി എന്ന് പറഞ്ഞാൽ കുറച്ച് തരാം. മുജെ ദൂക്കാൻ ഖോൽനി ഹെ ക്യാ എന്തിനാ എനിക്ക് കട തുടങ്ങാനാണോ എന്ന് ഭാര്യ തമാശ രൂപത്തിൽ ചോദിക്കുകയാണ്. ദുക്കാൻ കട, ഖോൽനി തുറക്കുക. ലേലോന ബഹനോം ഔർ ബബിയോം കേലിയേ ബഹനോം സഹോദരിമാർക്ക്, ബബിയോ മരുമക്കൾക്ക്, കേലിയെ വേണ്ടി ഇത് എടുത്തോളൂ, സഹോദരിമാർക്കും മരുമക്കൾക്കൊക്കെ കൊടുക്കാലോ എന്ന് പറയുകയാണ് ആ യുവതി. മേനെ പത്നിക്കോ ഇഷാരാക്കിയ ഭർത്താവ് എന്താണ് ചെയ്തത്? കണ്ണും കൊണ്ടൊക്കെ ആംഗ്യം കാണിച്ച് പറഞ്ഞു എന്താണ് എടുക്കണ്ട എന്ന് ആംഗ്യം കാണിച്ചു. പക്ഷെ ഭാര്യ എന്താണ് ചെയ്തത്? തോ ഉസ്നെ ആംഖീൻ തരേർക്കർ മുझे ചുപ് രഹനേക്കാ സങ്കേത് ദിയ. പക്ഷെ ഭാര്യ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് എന്നോട് പറയാണ് മിണ്ടാതിരിക്കുക, അവിടെ അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അച്ഛാ 5 പീസ് ലൂന്തോ കിത്തനേക്ക് ദേങ്കി. ഭാര്യ ചോദിക്കുകയാണ് ശരി 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചു. 200 रुपये पर പീസ് ലേലേന ദീദി. അപ്പോൾ പറയാണ് 200 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നാ 100 रुपये पर പീസ്. അപ്പോൾ ഭാര്യ വില പേശുകയാണ്, പറയാണ് 100 രൂപയ്ക്ക് തരണമെന്ന് പറഞ്ഞു. ദീദി സൗത്തോ ബഹുത്ത് കം ഹേ. ചേച്ചി 100 രൂപ വളരെ കുറവാണെന്ന് പറഞ്ഞു. എന്നിട്ടോ ഉസ്കാ ഗല രുദ് ഗയ. അവളുടെ തൊണ്ട, ഗല തൊണ്ട ഇടറി. ഔർ ഉസ്കി കജ്രാരി ആങ്കേം ബർ ആയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാര്യ പറയുന്നു ചൽ ന തേരി ന മേരി ടേറ്റ് 100 पर പീസ്. ന തേരി ന മേരി എന്ന് പറഞ്ഞാൽ നിൻ്റെയുമല്ല എൻ്റെയുമല്ല, അതായത് നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞ വിലയുമല്ല. ടേറ്റ് 100 पर പീസ് 150 രൂപയ്ക്ക്. അപ്പോൾ യുവതി പറയാണ് അച്ഛാ ദീദി ടീക്ക് ഹേ. ശരി ഞാൻ സമ്മതിച്ചു. ലോ എടുത്തുകൊള്ളൂ. രംഗ് പസന്ത് കർലോ. ഏതാണ് ഇഷ്ടമുള്ള നിറമെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ ഔർ ഗട്ടർ പത്നി കെ സാമനെ സർക്കാ ദിയ. കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്തു? ഭാണ്ഡം പത്നി കെ സാമനെ ഭാര്യയുടെ മുന്നിലേക്ക് സർക്കാ ദിയ നീക്കിവെച്ചു. പത്നിനെ 5 शोले अलग कर ली और मेरी और देख रुपये देने का इशारा किया. പത്നി ഭാര്യ 5 ഷോലേം അലഗ് കർലി 5 ഷോളുകൾ എടുത്തു. എന്നിട്ട് മേരി ഓർ ദേഖ് എൻ്റെ നേരെ നോക്കി, രുപ്പേ ദേനക്ക ഇഷാരാക്കിയ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം കാണിച്ചു. മേനെ ചട്ട് 750 रुपये നികാൽ കർ ദേ ദിയേ. ഞാൻ പെട്ടെന്ന് 750 രൂപ എടുത്തു കൊടുത്തു. 5 ഷോളിൻ്റെ പൈസ എടുത്തു കൊടുത്തു. ഉസ്കെ ജാനെ കെ ബാദ് രാസ്തേ പർ പത്നി കി സുയി ഇസി ബാത് പർ അട്കി രഹി. ഉസ്കെ ജാനെ കെ ബാദ് ആ യുവതി പോയതിന് ശേഷം രാസ്തേ പർ, രാസ്ത എന്നാൽ വഴി എന്നാണ്, ഇവിടെ യാത്ര മുഴുവൻ പത്നി കി സുയി, സുയി എന്നാൽ സൂചി എന്നാണ്, ഇവിടെ ചിന്ത. പത്നി കി സുയി ഭാര്യയുടെ ചിന്ത. ഇസി ബാത് പർ അട്കി രഹി ഈ കാര്യത്തിൽ തന്നെ തങ്ങി നിന്നു. ഏത് കാര്യമാണെന്ന് നോക്കാം. വോ ഏക് ബാർ മേം ഹി ടേറ്റ് 100 മീ മാൻ ഗയി. ഞാൻ ഒരു വട്ടം പറഞ്ഞപ്പോൾ തന്നെ അവൾ ആ പകുതി പൈസയ്ക്ക് സമ്മതിച്ചു, 150 രൂപയ്ക്ക് സമ്മതിച്ചല്ലോ. ഗൽത്തി കി തെറ്റുപറ്റി. തോടാ തോൽ മോൽ ഔർ കർണ ചാഹിയത കുറച്ചും കൂടി വില പേശാമായിരുന്നു. തോട കുറച്ചും കൂടി, തോൽ മോൽ വില പേശുക. ഞാൻ ആദ്യം 150 രൂപയ്ക്ക് പറഞ്ഞപ്പോൾ തന്നെ അവൾ സമ്മതിച്ചല്ലോ, കുറച്ചും കൂടി വില പേശി നോക്കാമായിരുന്നെന്ന് ഭാര്യ ചിന്തിക്കുകയാണ്.
ഓർ മേരെ സുയി അതീന്മേം ജാ അട്കി തി. മേരെ സുയി, മേരെ ആരാണ് ഇവിടെ? ഭർത്താവ് തൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്കാണ് ചിന്തിക്കുന്നത്. അതീതമേം കഴിഞ്ഞ കാലം, പാസ്റ്റിലേക്ക്. ബേട്ടി കോ ഗോദ് മേ ബിഠാ റേൽഗാഡി കി ഖിഡ്കി സെ ചാങ്താ മേം സോച്ച് രഹാ താ. ബേട്ടി കോ ഗോദ് മേ, മകളെ മടിയിൽ, ഗോദ് മടി, മടിയിൽ, ബിഠ ഇരുത്തിയിട്ട്, റെയിൽഗാഡി കി ഖിഡ്കി സെ ട്രെയിനിൻ്റെ ജനലിലൂടെ, ചാങ്ത അതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, മേം സോച്ച് രഹാത്ത ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിച്ചത്? മേരെ പിതാബി റെയിൽഗാഡി മേം സാമാൻ ബേച്ച് ജബ് തക്കേ ഹാരെ ഘർ ആത്തേ. മേരെ പിതാബി എൻ്റെ അച്ഛനും, റെയിൽഗാഡി മേം സാമാൻ ബേച്ച് ട്രെയിനിൽ, സാമാൻ ബേച്ച് സാധനങ്ങൾ വിറ്റിട്ട്, ജബ് തക്കേ ഹാരെ ഘർ ആത്തേ എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്? തക്കേ ഹാരെ, തക്കേ ക്ഷീണിച്ച്, ഹാരെ തോൽക്കുക. ഇവിടെ ക്ഷീണിച്ച് അവശനായിട്ട്, ഘർ ആത്തേ വീട്ടിൽ വന്നിരുന്നത്. തോ ഉൻകി ആങ്കോമേം ഇങ്ങനെ ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിലും വഹി നമീതി ആ നനവുണ്ടായിരുന്നു. ഏത് നനവാണ്? ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേം തി ഇന്ന് ആ യുവതിയുടെ കണ്ണിലുണ്ടായിരുന്ന നനവ് പോലെ തന്നെ. ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിലൂടെയൊക്കെ കൊണ്ട് നടന്ന് മടുത്ത് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിലും ആ നനവുകൾ കാണാറുണ്ടായിരുന്നു. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണല്ലേ. ഈ ഭർത്താവിൻ്റെ കാഴ്ചപ്പാട് മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ നോക്കിക്കാണുക എന്നതാണ്. അഞ്ജു ഗർബന്ത എന്ന ഈ കഥാകാരി ഈ ലഘുകഥയിലൂടെ പറയുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവരെ നമ്മൾ പുച്ഛിക്കാതെ എല്ലാവരോടും സഹാനുഭൂതിയോടെ പെരുമാറണം.